ഇവിടെ നമുക്ക് റീസണിങ് ആണ്, റീസണിങ് ആൻഡ് മാത്സ്. അതാണ് നമുക്കൊന്ന് ഇന്നൊരു 2 സെക്ഷൻ എടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെട്ടെന്ന് തീരും. ഒരു 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാം. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് ആ ടോപ്പ്, അതായത് നമ്മുടെ മാത്സ് ആൻഡ് റീസണിങ്ങിലെ ആദ്യ പോർഷൻസ്, റീസണിങ്ങിലെ ആദ്യ പോർഷൻസ്, ആദ്യം നിങ്ങളുടെ സിലബസ് നോക്കുമ്പോൾ സിലബസ് പറഞ്ഞിരിക്കുന്ന ആദ്യ പോർഷൻസ് ആണ് നമ്മൾ ഫിഗർ മാട്രിക്സ് ട്രിക്സ് എന്ന് പറയുന്ന, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഇത്. ഓക്കെ ഓക്കെ, ഫിഗർ മാട്രിക്സ് ട്രിക്സ് എന്ന് പറയുന്ന കാര്യമാണ് ഒരു ഏരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറൊരു സെക്ഷൻ, വേറൊരു രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഗ്രൂപ്പിംഗ് ഓഫ് ഐഡന്റിക്കൽ ഫിഗേഴ്സ് ട്രിക്ക് എന്നും പറഞ്ഞ് പഠിക്കും അല്ലേ. ഗ്രൂപ്പിംഗ് ഓഫ് ഐഡന്റിക്കൽ ഫിഗേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയിലും ഇത് പഠിക്കാറുണ്ട്. ഓക്കെ, ഗ്രൂപ്പിംഗ് ഓഫ് ഐഡന്റിക്കൽ ഫിഗേഴ്സ്. ഓക്കെ, അപ്പം ഫിഗർ മാട്രിക് ടെക്സ്റ്റിൽ ഗ്രൂപ്പിംഗ് ഓഫ് ഐഡന്റിക്കൽ ഫിഗേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ ഓക്കെ ഐഡന്റിക്കൽ ഫിഗേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഇതിന്റെ ഒരു 5 ക്വസ്റ്റ്യൻസ്, 5 മെത്തേഡ് നിങ്ങളെ പഠിപ്പിക്കും. പിന്നെ ഒരു ബൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഈ റീസണിംഗ് എന്ന് പറഞ്ഞാൽ ഫുള്ള് പ്രാക്ടീസ് ആണ്. ബേസിക് മാത്സിനെ കുറിച്ചുള്ള അവബോധവും തിങ്ക് ചെയ്യാനുള്ള, പെട്ടെന്ന് തിങ്ക് ചെയ്ത് നമ്മുടെ റൂട്ട് മാറ്റാനുള്ള ഒരു കഴിവും, അതാണ് റീസണിങ്. ഏറ്റവും കൂടുതൽ മാർക്ക് റീസണിങ് മെന്റൽ എബിലിറ്റി ആണ്. 50 + 15 = 30 മാർക്കാണ്. ഈ 30 മാർക്കിൽ ഒരു മാർക്ക് പോലും നഷ്ടപ്പെടത്തില്ല. നിങ്ങൾ റെയിൽവേക്കല്ല, ഇനി അങ്ങോട്ട് വരുന്ന KVS-ലും NVS-ലും EMRS-ലും DSSB-ലും ഒക്കെ ഇത് തന്നെയാണ് വരുന്നത്. ഓക്കെ, ടൈപ്പുകൾ തമ്മിൽ മാറുമെന്നുള്ളത്, ഇതിന്റെ ഓരോ ഗ്രേഡ് ഉണ്ട്, ഗ്രേഡുകൾ വ്യത്യാസപ്പെടും. അത് റെയിൽവേയിൽ ഏറ്റവും ലോ ഗ്രേഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്, ചോദിക്കുന്നത്. ഓക്കെ, KVS കുറച്ചുകൂടി ഡെപ്തിലാണ് ചോദിക്കുന്നത്, NVS കുറച്ചുകൂടി ഡെപ്തിലേക്ക്, അതിന്റെ മീൻസ് അതിന്റെ സ്ട്രാറ്റജി മാറുന്നില്ല. മാഷ ഓക്കെ ആണോ? ബോർഡും ഓക്കെ ആണോ മാഷിന്? ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു കുഴപ്പമില്ല, അറിഞ്ഞുകൂടാത്തവർ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഫിഗർ മാട്രിക്സ് എന്നുള്ള ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞേ. എ ആണോ പറഞ്ഞത്? വെരി ഗുഡ്. നല്ല അവബോധമാണ് അല്ലേ. റീസണിങ് അറിയാവുന്നവർക്ക് സിമ്പിൾ ആണ്. അവിടെ തമാശയിൽ പറയുന്ന പോലെ നമ്മൾ അറിയാവുന്നവർക്ക് വളരെ സിമ്പിൾ, അറിഞ്ഞുകൂടാത്തവർക്ക് വലിയ പാട്. അത് തന്നെയാണ് റീസണിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എ ആണ്. ഒന്നും ചിന്തിക്കാനില്ല, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ജസ്റ്റ് നമ്മളൊന്ന് സൂക്ഷിച്ച് ആ ചിത്രത്തിലേക്ക്, തരുന്ന ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുക. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഈ കളറും ഇവിടത്തെ ഈ കളർ രണ്ടും ഒരേ കളർ തന്നെയാണ്, രണ്ട് വ്യത്യസ്ത കളർ. ഇതിങ്ങനെ കമ്പൈൻ ചെയ്ത് ഇതിനെ ഒന്ന് തിരിച്ചു വെക്കുന്നതാണ് ഇതല്ലേ. ഇവിടെ വരും ഇല്ല, ഇവിടെ അല്ലേ വരുന്നത്? ഇവിടെ ഇല്ലയോ? അല്ലയോ? അങ്ങനെയല്ലേ? അങ്ങനെ ഒന്ന് ചിന്തിച്ചാ ഇതാ, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പതിയെ മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ, ജസ്റ്റ് ഈ ഏരിയയും അതിനെ ഒന്ന് തിരിച്ച് ഇവിടെ വെക്കുന്നതാണ് ഇത്. ഇതാണ്ടേ. ഓക്കെ, അപ്പൊ ഈ ഏരിയ കളർ കംപ്ലീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ ഏരിയ ഫുള്ള് കംപ്ലീറ്റ് ആയാൽ അത് ഓക്കെ ആയില്ലേ? ഫുൾ ആവത്തില്ലേടാ ഇങ്ങനെ? ശരിയല്ലേ? ശരിയാണ്. അടുത്ത് നോക്കിയോ, ഇതിന്റെ റൈറ്റ് സൈഡിലാണ് ഈ കളർ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡില് രണ്ടാമത്തേല് ലെഫ്റ്റ് ഇവിടെയും കൂടെ കൊടുത്ത് കളർ. ഓക്കെ, അപ്പൊ അത് ഫുള്ളായി. അതേപോലെ ഇതും കണ്ടുപിടിക്കാമല്ലോ. ഈ സൈഡിലാണ് കളർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നപ്പോൾ ഫുള്ളായി. ഇനി എവിടെയും കൂടെ കൊടുത്താൽ മതി, ഇവിടെയും കൂടെ കളർ കൊടുത്താൽ പോരെ? ഈ താഴെ മുകളിലൂടെ കളർ കൊടുത്താൽ പോരെ? അപ്പൊ അതുള്ളത് എവിടെ നോക്കണം? ഇതൊരിക്കലും വരത്തില്ലല്ലോ, ഇതും വരത്തില്ലല്ലോ, താഴെ മുകളിലല്ലോ, ഇതും വരത്തില്ലല്ലോ. അപ്പൊ പിന്നെ ഇതല്ലേ ഇതാണ്ട് താഴെയും മുകളിലും. ഇതാ സിമ്പിളാണോ? അവിടെ സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഒന്നും നോക്കണ്ട, ഈ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയുക. ഓക്കെ, താഴെ മുകളിലുമാണ് കളർ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് താഴെ മുകളിലുമാണ് കളർ വരേണ്ടത്. ആ താഴെ മുകളിലും കളറുള്ള ഒന്നുമില്ല, ഇതിലില്ല, ഇതിലുമില്ല. പിന്നെ ആകെ ഒന്നേ ഉള്ളൂ, അത് തന്നെയാണ് ആൻസർ. നോക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, റെഡി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡി.
ഓക്കെ, അതായത് ഇവിടെ ആ കളർ തമ്മിൽ കളർ തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വന്നത്. സെക്കൻഡ് ചോദ്യം, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓക്കെ, പറഞ്ഞു ആൻസർ പറഞ്ഞോളെ. അറിയാന്നുള്ളവർക്ക് പെട്ടെന്ന് ആൻസർ പറയാം. അയ്യോ, ആൻസർ കാണാൻ പറ്റുന്നില്ല അല്ലേ? സോറി, കുറച്ച് വലുതായി. ചിത്രം വലുതാണോ? അത് നമ്മുടെ പേജ് കുറച്ച് വലുതാണോ? ഓക്കെ, ചെറുതാക്കിയിടാം. ഓക്കെ, ചെറുതാക്കിയിടാം. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? റെഡി അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിക്കോ. ഇത് ഇന്ന് മാത്രം പഠിക്കാനുള്ള കാര്യമല്ല, ഈ 3 മാസവും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അതിനുള്ള ക്വസ്റ്റ്യൻസ്, ഹോംവർക്കുകൾ ഇഷ്ടം പോലെ തരും, ചെയ്ത് നോക്കണം. എങ്കിലേ ഈ 30 മാർക്ക്, ഞാൻ പറഞ്ഞ 30 മാർക്ക് നിങ്ങൾ സ്കോർ. അതിനാണ് ആദ്യം ഞാൻ പ്രൊഫഷണബിലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ പ്രൊഫഷണൽ എന്താണ് പക്ഷേ അല്ലല്ല ബി അല്ല. വെരി ഗുഡ് സി ആണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കും സാറ് പ്രൊഫഷണബിലിറ്റി എന്നാണ് ബാച്ചിന്റെ പേര് പറഞ്ഞിട്ട് പ്രൊഫഷണബിലിറ്റി എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. ആദ്യം ഒരു 1-2 ക്ലാസ് എടുത്തു. ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങൾക്ക് ആദ്യം ഈ റീസണിങ്, മെന്റൽ എബിലിറ്റി, മാത്സ്, ഇതിന്റെ ഒരു റൂട്ട് നിങ്ങൾക്ക് തരാം. എന്നിട്ട് ബൾക്ക് ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾ ചെയ്ത് പഠിക്കത്തില്ലേ? അവസാനം ഒന്നുകൂടി പറഞ്ഞു തന്നാൽ പോരെ? സംശയമുള്ളതൊക്കെ അങ്ങനെ പോരെ? പിന്നെ നമുക്ക് സമാധാനത്തില് പ്രൊഫഷണബിലിറ്റി തുറന്നു കഴിഞ്ഞാൽ അത് മറക്കത്തൂല്ല. അതുപോലെയുടെ കാരണം നിങ്ങൾ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ കതിരില് വളം വെക്കുന്ന പോലെയാണ് നിങ്ങൾ സാധാരണ എക്സാമുകൾക്ക്, കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുന്നത്. കതിരില് വളം വെക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ആരും ഒരു മനുഷ്യരും മാത്സ്, ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തൊടത്തില്ല അല്ലേ? ഇല്ലടെ പഠിക്കുന്ന സമയത്ത് ഇല്ലേ? ഡെയിലി മാത്സും ഇംഗ്ലീഷും ഒക്കെ പഠിക്കുന്നവരുണ്ടോ? നിങ്ങളൊരു GK-യുടെയോ എന്തിന്റെങ്കിലും ടെക്സ്റ്റ് വായിച്ചിട്ട് അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അവസാനം 1-2 ദിവസം എന്തെങ്കിലും മാത്സും ഇംഗ്ലീഷും നോക്കി പരീക്ഷ എഴുതും, ലിസ്റ്റിൽ വരത്തില്ല. കാരണം മാത്സും ഇംഗ്ലീഷും പഠിച്ചാലേ ലിസ്റ്റ് വരത്തുള്ളൂ. പിന്നെ ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് മാത്സും ഇംഗ്ലീഷും എടുക്കണം. നിങ്ങൾ മാത്സും ഇംഗ്ലീഷും PSC ആകുമ്പോൾ മലയാളം കൂടെ ഉണ്ട്, ഇവിടെ ആകുമ്പോൾ ഹിന്ദി. മാത്സും ഇംഗ്ലീഷും നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞാൽ നിങ്ങളൊരു പരീക്ഷയിൽ ലിസ്റ്റിൽ കയറുമെന്നാണ് അർത്ഥം. അതിന്റെ കൂട്ടത്ത് ബാക്കി സബ്ജക്ട് മീൻസ് ബാക്കിയുള്ള സിലബസ് കൂടെ പഠിച്ചു കൊടുത്താൽ മതി. മാത്സും ഇംഗ്ലീഷും ഇല്ലാത്തൊരു കളിയില്ല ഇവിടെ സംബന്ധിച്ചിടത്തോളം. മാത്സും റീസണിങ്ങും ഓക്കെ, അത് ഓക്കെയാണോ? നിങ്ങൾ ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, ഉറപ്പാണ്. കാരണം അതിലൊരിക്കലും തെറ്റത്തില്ല. ഓക്കെ, ഇവിടെ സി ആണ് ആൻസർ. അപ്പൊ ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊന്ന് പറഞ്ഞുതരാം. മാസ്റ്റർ എന്താ തെറ്റിപ്പോയെന്നും ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മുടെ റീസണിങ് അല്ലേ, നമ്മുടെ റീസണിങ് എബിലിറ്റി അവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ഓരോ ഡൈസ് നോക്കിയാൽ മതി, ഈ സ്ക്വയർ നോക്കിയാൽ മതി. ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത് വര അല്ലേ, ഒരു 45 ഡിഗ്രിയുടെ. അതിനെങ്ങനെ വീണ്ടും ചരിച്ചെടുത്തിരിക്കുകയല്ലേ? ചരിക്കുമ്പോ ഇങ്ങനെ വെച്ചിരിക്കുകയല്ലേ അല്ലേ? ഇത് തന്നല്ലോ ഇത്. അതിനെ കുറച്ചുകൂടെ ചരിച്ച്, പിന്നെ അതിനെ വീണ്ടും ചരിച്ചിട്ട് ഇങ്ങനെ ആക്കി ഇല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത് ഒന്നാമത്തത്? റെഡി? രണ്ടാമത്തത് നോക്ക്, ഇതും 45 ഡിഗ്രി തന്നെയാണ് അല്ലേ? അതിനെ ഒന്ന് വീണ്ടും തലകുത്തി വെക്കുന്നു. ഇങ്ങനെ തലകുത്തി വെച്ചു. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഈ ഉണ്ട നോക്കിയത്, കറുത്ത ഉണ്ട, മുകളിലും താഴെയുള്ള. വീണ്ടും അതിനെ എന്ത് ചെയ്തു? ഒന്നും കൂടെ എടുത്ത് ചരിച്ചു. അപ്പൊ തിരിച്ചിങ്ങനെ വന്നു. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, റെഡിയാണ്. അതെ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ മതി. 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇതും അതുപോലെ തന്നെയാണ്. നോക്കിയോ, ഇങ്ങനെയാണ്. ഈ ഉണ്ട ഇങ്ങനെയാണ് 45 ഡിഗ്രി കിടക്കുന്നത്. ഓക്കെ, റെഡിയല്ലേ? അതിനെ വീണ്ടും തിരിച്ച് റൊട്ടേറ്റ് ചെയ്തു 45 ഡിഗ്രി. ഓക്കെ, വളഞ്ഞു പോയി ഞാൻ വരച്ചപ്പോഴത്തേക്ക്. ഓക്കെ, അതിനെ വീണ്ടും 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. അടുത്തയാന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? അതിനെ വീണ്ടും എന്ത് ചെയ്യുക? ഒന്നെടുത്ത് തിരിച്ചിടുക. അപ്പൊ ഇങ്ങനെയല്ലേ വരേണ്ടത്? ഇങ്ങനെ വരണ്ടേ തിരിച്ചിടുമ്പോഴത്തേക്ക്? ഈ പോർഷൻ ഈ രീതിയിൽ വരണ്ടേ? ഇല്ലേ? ഇതിനെ ഇങ്ങനെ ഇരുന്ന സാധനത്തിനെ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്നപ്പോ ഇങ്ങനെ വന്നു. ഇതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് വിലങ്ങനെ ഇങ്ങനെ വരണം അല്ലേ? വെർട്ടിക്കലായിട്ട് വരണം. അതായത് ഇങ്ങനെ കിടക്കണം. ഇങ്ങനെയുള്ളതായ ഇതിങ്ങനെയല്ല, കുത്തനെ നിൽക്കുന്നു. ഇതും കുത്തനെ നിൽക്കുന്നു. ഇത് രണ്ടുമല്ലേ ഉള്ളൂ. പിന്നെ ഇത് രണ്ടുമല്ലേ ഉള്ളൂ. ഇത് രണ്ടിലും ഏതാണെന്ന് നോക്കിയാൽ പോരേടെ നോക്കിയോ. അതിലെങ്ങനെ പെട്ടെന്ന് നോക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, അതിലെങ്ങനെയാണ് പെട്ടെന്ന് നോക്കാന്ന് വെച്ചാൽ, ഈ ഉണ്ട ഒന്ന് താഴെ ഒന്ന് ഇവിടെ, ഈ 2 കോണിലായിട്ട്, ഈ കോണിലുമാണ് കിടക്കുന്നത് അല്ലേ? ഈ ആംഗിളിലും അല്ലേ കിടക്കുന്നത്? ആണല്ലോ. ഇതിനെ ഒന്ന് തിരിച്ചു വെക്കുമ്പോഴത്തേക്ക്
ഇതിനെ ഇങ്ങനെ എടുത്ത് തിരിച്ച് പിടിച്ച് താഴോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുണ്ട മുകളിലും പോകത്തില്ലേ, ഒരുണ്ട ഇവിടെയല്ലേ വരുന്നത്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അങ്ങനെയല്ലേ വരുന്നത്, ആണോ, ആണോടെ, ആണോ? അപ്പൊ അപ്പൊ അങ്ങനെ വരുന്നത് ഇത് മാത്രമല്ലേ ഉള്ളൂ, കണ്ട ഇങ്ങനെ ദാ അല്ലേ, അല്ലേ, ഒരുണ്ട മുകളിലും ഒരുണ്ട ഇങ്ങനെ താഴെ ഈ പോർഷനിൽ ഈ രീതിയിൽ വരുന്നത് അത് മാത്രമല്ലേ ഉള്ളൂ, സി മാത്രമല്ലേ ഉള്ളൂ, ആണോ, ആണോ, ആണ്. അപ്പൊ അതാണ് ശരി. സിമ്പിൾ സിമ്പിൾ ലോജിക് ആണ്. ഓക്കെ ആണോ, ഓക്കെ ആണോ, എല്ലാവർക്കും ഓക്കെ ആണോ, ഇപ്പൊ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഓക്കെ ആണോ, റെഡി, ഓക്കെ, ഓക്കെ. റീസണിങ് ഇത്രേ ഉള്ളൂ, ഈ ഫിഗർ ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത നെക്സ്റ്റ് നമ്പറാണ്. പെട്ടെന്ന് പറഞ്ഞ ആൻസർ സിമ്പിൾ ആണ്, ഇത് പി എസ് സിക്ക് ചോദിക്കുന്നത് തന്നെയാണ്. എന്താ, വെരി ഗുഡ്, വെരി വെരി ഗുഡ്. ബി 11. എന്താ പ്രത്യേകത? എന്താണ്ടേ, എന്താണ്, എല്ലാത്തിലും എന്ത് ചെയ്യുന്നു, +2 ആഡ് ചെയ്യുന്നു അല്ലേ, +2 ആഡ് ചെയ്യുന്നു അല്ലേ, മൂന്നിന്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആവും, 5ന്റെ കൂടെ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 ആവും. ഓക്കെ, 5ന്റെ കൂടി 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 7 ആവും, 7ന്റെ കൂടെ 2 ആഡ് കഴിഞ്ഞാൽ 9 ആവും, 7ന്റെ കൂടി 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9, 9നോടെ 2 ആഡ് കഴിഞ്ഞാൽ 11. ഇത്രയും 11. ഓക്കെ, റെഡി, സിമ്പിൾ അല്ലേ, സിമ്പിൾ ആണോ? ഓക്കെ, ഓക്കെ. പി എസ് സിയിൽ ഇങ്ങനെ കോളം ചിലപ്പോൾ തരത്തിലായിരിക്കും, പി എസ് സിയിൽ ഇങ്ങനെ 3, 5, 7, അടുത്ത നമ്പർ എത്ര, ഇതായിരിക്കും ചോദ്യം പി എസ് സിയിൽ ചോദിക്കുമ്പോൾ അല്ലേ, അല്ലേ, ഒറ്റ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടായിരുന്നു ചോദിക്കുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. ഇതിപ്പോ +2 ആഡ് ചെയ്യാനാണ്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ തന്നിരിക്കാം, സ്ക്വയർ ആയിരിക്കാം, ക്യൂബ് ആയിരിക്കാം, ക്യൂബ് +1 ആയിരിക്കും. ഇപ്പൊ 3യുടെ സ്ക്വയർ +1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഒരു സംഖ്യ സ്ക്വയർ 2 സ്ക്വയർ +1 തരാം, 2 സ്ക്വയർ +2 തരാം, അല്ലെങ്കിൽ സ്ക്വയർ മൈനസ് തരാം, സ്ക്വയർ ഇൻറ്റു തരാം, എങ്ങനെ വേണോ തരാം കേട്ടോ. അത് നമ്മുടെ ലോജിക്കാണ്, നോക്കി ചിന്തിക്കേണ്ടത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം, പിന്നീട് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടിക്കോളും. ഈ ലോജിക്ക് മനസ്സിലായല്ലോ, ഈ ലോജിക്ക് മനസ്സിലായ? ഓക്കെ, റെഡി, നെക്സ്റ്റ്. സ്പീഡ് കൂടി പോകുന്നില്ലല്ലോ, ഇല്ല. ഓക്കെ, റെഡി. അടുത്ത പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, ടപ്പേ എന്ന് പറഞ്ഞേ. സിമ്പിൾ ആണ്, വെരി വെരി സിമ്പിൾ, എന്താണ് ആൻസർ? വെരി ഗുഡ്, സി. ഓക്കെ, വെരി ഗുഡ്, സി. ഇത്രയും ഇതിനേക്കാളും സ്പീഡ് വരണം, ഇതിനേക്കാളും സ്പീഡ് ഒറ്റ നോട്ടത്തിൽ കിട്ടണം. അതാണ് റീസണിങ് എബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയോ, കിട്ടാത്തവർ നോക്കിയോ, ഇവിടെ ഈ ഒരു സൈഡാണ് കളർ ചെയ്തിരിക്കുന്നത്, അതിനെ എടുത്ത് തലക്കുത്തനെ വെച്ചു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ സൈഡിലേക്ക് കളർ വന്നു, അതിനെ വീണ്ടും ഇവിടെ തിരിച്ചു വെച്ചു, ഈ സൈഡിലേക്ക് വന്നു. ഓക്കെ, അതായത് സത്യം പറഞ്ഞാൽ 90 ഡിഗ്രി ഇല്ലേ, ഈ 90 ഡിഗ്രിനെ തിരിച്ചു വെക്കുന്നതാണല്ലേ, അല്ലേ, ആണോ, ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ അങ്ങനെ നോക്കിയാൽ മതി, ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നു, ഇതിനെ എടുത്ത് ഇങ്ങനെ തിരിച്ചു വെച്ചു, അപ്പൊ ഇവിടെ വന്നു. ഇനി അതെന്തായിരിക്കും എന്നാണ്, അതിനെ എടുത്ത് തിരിച്ചു വെക്കുമ്പോഴത്തേക്ക് ഈ സൈഡിലല്ലേ വരുന്നത്, ഈ സൈഡിലാണ് വരുന്നത് അല്ലേ, ആണോ, റെഡി ആണോ? ഈ സൈഡിലാണ് കളർ വരുന്നത്, അതായത് സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ആദ്യ ചിത്രം കണ്ടു തന്നെ നമുക്ക് രണ്ടാമത്തേലേക്ക് എത്താൻ പറ്റും. മൂന്നാമത്തെ ഇത് നോക്കേണ്ട കാര്യമേ ഇല്ല. ആദ്യ ചിത്രത്തില് ഒന്നാമത് ഇങ്ങനെ 90 ഡിഗ്രി വെച്ചിരിക്കുന്നു, ഇതിനെടുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, അപ്പൊ ഇങ്ങനെയായി. അതിനെടുത്തിട്ട് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത്, അപ്പൊ തലക്കുത്തിനായി. ഇവിടെ അങ്ങനെയാണ് നോക്കിയാൽ, ഇവിടെ എങ്ങനെ വെച്ചിരിക്കുന്നു, അതിനെടുത്തിട്ട് വീണ്ടും റൈറ്റ് ചെയ്യുന്നു, തിരിച്ച് തലക്കുത്തിന് വയ്ക്കുമ്പോൾ ഈ വഴി ഇവിടെ ആവും, ഈ എ എന്ന് പറയുന്ന സാധനം ഇവിടെ വരും. അതിനെ വീണ്ടും ഒന്ന് എടുത്ത് തലക്കുത്തിന് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞു വരും അല്ലേ, അതായത് ഈ റൗണ്ടിനെ തിരിച്ചു വെക്കുമ്പോഴത്തേക്ക് ബ്ലാങ്ക് ആയിരിക്കുന്ന പോർഷൻ ഇവിടെ, കളർ ചെയ്ത പോർഷൻസ് ഇവിടെ വരും അല്ലേ, ദാറ്റ് ഈസ് ഏതാണ്, ഈ പോർഷൻസ്. ഓക്കെ, റെഡിയാണോ? അതായത് ഇതിനെ ഒന്ന് കറക്കുമ്പോഴത്തേക്ക്, ഇതിനെ ഒന്ന് ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ ഈ സർക്കിൾ കറങ്ങി തിരിഞ്ഞ് കളറുള്ള ഭാഗത്ത് ഇവിടെ വരും. ഓക്കെ, കളറില്ലാത്ത ഇവിടെയും വരും. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, റെഡി, പെട്ടെന്ന് ടൈം കഴിഞ്ഞു. വിത്തിൻ സെക്കൻഡ് ആണ്, 3 സെക്കൻഡ്, ഓൺലി 3 സെക്കൻഡ്സ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് എടുക്കാവൂ. എന്താണ്? ബി. വെരി ഗുഡ്. ഇത് മറ്റുള്ളവർ പേടിക്കേണ്ട, ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കണക്ക് ചെയ്യുന്നവർ പേടിക്കേണ്ട. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇത് സിമ്പിൾ ആൻഡ് വെരി സിമ്പിൾ.
അൾട്ടിമേറ്റ് സിമ്പിൾ ലോജിക് ആണ് ഈ ഫിഗർ ട്രിക്സ് അല്ലെങ്കിൽ ഫിഗർ മാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഗർ മാട്രിക്സ് എന്ന് പറയുന്നത്, 1 second പ്ലീസ്. ഓക്കെ, ഫിഗർ മാട്രിക്സ് എന്ന് പറയുന്നത്, ഹലോ, അല്ലെങ്കിൽ കയറാനേ പറ്റുന്നില്ല. എന്താ കാണിക്കുന്നത് അല്ലെങ്കിൽ കയറാൻ നേരത്ത്? അപ്പാവുന്നില്ല. ഒരു സെക്കൻഡ് ഒന്ന് പ്ലീസ് വെയിറ്റ് ചെയ്യൂ. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ. ഒരു പുതിയ ലിങ്ക് വരും, അതിൽ ജോയിൻ ചെയ്തോണേ. ഓക്കെ, ഓക്കെ, റെഡി. നിങ്ങൾ ബോർഡ് പോയിട്ടുണ്ടോ? പോയിട്ടില്ലല്ലോ ഇല്ലേ? നിങ്ങളുടെ ബോർഡ് പോയിട്ടുണ്ടോ അവിടെ? ഇപ്പോഴോ കാണാം ബോർഡ്? ബോർഡുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ നോക്കിയേ, ഇതിന്റെ ആൻസർ ഏതാണ് പറഞ്ഞത്? ആൻസർ ഏതായിരുന്നു? ബി. ഓക്കെ, വെരി ഗുഡ്. ബി, ബി, ബി. അപ്പൊ ഇവിടെ എന്താണ് ലോജിക്? എന്താണ്? ആദ്യ ചിത്രം നോക്കൂ, സ്ക്വയർ, സോറി ട്രയാങ്കിള്. സെക്കൻഡ് ചിത്രം സ്ക്വയർ. തേർഡ് പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ 5 വശങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? വേറൊരു പിക്ചർ അല്ലേ? അതായത് ഇവിടെ അതുമല്ല തിങ്ക് ചെയ്യേണ്ടത്. ഇവിടെ തിങ്ക് ചെയ്ത് മൈക്ക് ഒന്ന് ഓഫ് ആക്കി വെക്കണേ. ബാക്കിയുള്ളവർ മൈക്ക് ഒന്ന് ഓഫ് ആക്കി വെക്കുക, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആയി പോകും. ആൻസർ പറയുമ്പോൾ ഓൺ ആക്കുക. ഓക്കെ, ഇവിടെ ഒരു സൈഡ്, 2 സൈഡ്, 3 സൈഡ്. ഓക്കെ, ഇവിടെ ആണെങ്കിലോ ഒരു സൈഡ്, 2 സൈഡ്, 3 സൈഡ്, 4 സൈഡ്. ഇവിടെ ആണെങ്കിലോ 1 സൈഡ്, 2 സൈഡ്, 3 സൈഡ്, 4 സൈഡ്, 5 സൈഡ്. അപ്പം ഇതിന്റെ അർത്ഥം എന്താ? ഫിഗർ നോക്കുമ്പോ എന്താ പറയുക? അതായത് ഓരോ ഫിഗർ മുന്നോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നു? ഓരോ സൈഡായിട്ട് എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ആദ്യത്തെ ചിത്രത്തില് 3 സൈഡ്, രണ്ടാമത്തെ ചിത്രത്തില് 4 സൈഡ്, മൂന്നാമത്തെ ചിത്രത്തില് 5 സൈഡ്. ഓക്കെ, ഓക്കെ, അങ്ങനെ കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലേ? അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ ആണെങ്കിൽ 2 സൈഡ്, ഇവിടെ ആണെങ്കിലോ അടുത്ത ചിത്രത്തില് 3 സൈഡ്, ഇവിടെ ആണെങ്കിലോ 1, 2, 3, 4 സൈഡ്. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, ആദ്യ ചിത്രത്തിൽ ഏതാണ്? 1, 2, 3, 4, 5 സൈഡ്. അവസാന ചിത്രത്തിലോ 1, 2, 3, 4, 5, 6, 7 സൈഡ്. അപ്പൊ ഇവിടെ എത്ര സൈഡ് വരണം? 6 സൈഡ് വരണം. 6 സൈഡ് ഉള്ളത് നോക്കിയാൽ മതി. ഇത് ത്രികോണം നമുക്കറിയാം, 6 സൈഡ് അല്ല. ഇത് പഞ്ചഭുജമാണ്, ഇത് സ്ക്വയർ ആണ്, 6 സൈഡ് അല്ല. അപ്പോഴേ എലിമിനേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇത് തന്നെയാണ് ബി. അതായത് ബി നോക്കുമ്പോഴത്തേക്ക് ഒരു സൈഡ്, 2 സൈഡ്, 3 സൈഡ്, 4 സൈഡ്, 5 സൈഡ്, 6 സൈഡ്. ഇവിടെ 6 സൈഡ് ഉള്ളതാണ് വരേണ്ടത്. ഓപ്ഷൻ ബി. റെഡിയാണോ? മൈക്ക് ഒരു തവണ ഞാൻ പറയുള്ളൂ. കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ക്ലാസ് തന്നെ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ആൻസർ പറയാൻ സമയത്ത് മാത്രം നിങ്ങളുടെ മൈക്ക് ഓൺ ആക്കുകയും ആൻസർ പറയേണ്ടാത്തപ്പോൾ മൈക്ക് ഓഫ് ആക്കി വെക്കുകയും ചെയ്യുക. അത് ബാക്കിയുള്ളവർക്കും ഡിസ്റ്റർബൻസ് ആവും. പിന്നെയും അത് കേൾക്കാതിരിക്കുന്നവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, വെറുതെ ഓണാക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യും? എക്സിറ്റ് ആക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ആരാണ്? ഞാൻ കുറച്ചു നേരം കൊണ്ട് പറയുന്നുണ്ട്, പാത്രം കഴുകുക മറ്റോ ചെയ്യുകയാണ്. ഓക്കെ, അടുക്കളയിൽ എന്താണെന്ന് തോന്നുന്നു. അപ്പം ആ കുട്ടി എന്ത് ചെയ്യുക? ദയവായിട്ട് എന്ത് ചെയ്യുക? അവരുടെ മൈക്ക് ഓഫ് ആക്കി വെക്കുക, അല്ലെങ്കിൽ ക്ലാസ് നിന്ന് എക്സിറ്റ് ആയി പോവും. ഓക്കെ, റെഡി. ഓക്കെ, ഈ ഡിസ്റ്റർബൻസ് ആണ്. നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡിസ്റ്റർബൻസ് ആണ്. അത് എല്ലാവരും നോർമലായിട്ട് ഫസ്റ്റ് ക്ലാസ് തന്നെ എല്ലാവരും കറക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നിങ്ങളെല്ലാം മുതിർന്ന കുട്ടികളാണ്, മുതിർന്നവരാണ്, എല്ലാവരും ടീച്ചേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാവരും ക്ലാസ് എടുക്കുന്നവരാണ്, അപ്പം ഗൂഗിൾ മീറ്റ് ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. റെഡി. ഓക്കെ, അപ്പൊ ആ ചോദ്യം കിട്ടി. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ആ ലോജിക്ക് മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഇട്ടിട്ട് ഓടരുത്. അടുത്ത